പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ഒറ്റയ്ക്കാവും, നമ്മളെ വഴിയിലിട്ടിട്ടു. ദുഃഖത്തിൽ ആരും കൂടെ ഇരിക്കാൻ ശ്രമിക്കാറില്ല. നാരായണ ഭഗവാൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മഹാദേവനെ കുറിച്ച് പറയാറുണ്ട്, എന്റെ പ്രാണനാണ്, എന്റെ ജീവനാണെന്നൊക്കെ പറയുന്ന ആൾക്കാര് മരണശേഷം നമ്മൾ ആ വ്യക്തിയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ ഭയന്ന് പറിച്ച് ഓടിക്കളയും. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും നിന്നെ ആവശ്യമില്ല. ഒരു പുണ്യസ്ഥലത്തും നിനക്ക് പ്രവേശനമില്ല. പക്ഷേ നീ മനസ്സ് തകർന്ന് നിനക്കാരുമില്ല എന്ന് മനസ്സിലായിട്ട് നിന്റെ ശരീരം കത്തിച്ച ശ്മശാനത്തിൽ ചെല്ലുമ്പോ അവിടെ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അവന്റെ പേര് മഹാദേവൻ എന്നാണ് എന്ന് മഹാദേവനെ കുറിച്ച് പറയാറുണ്ട്. സാക്ഷാൽ ശ്രീപരമേശ്വരനെ കുറിച്ച്. അദ്ദേഹം ശ്മശാനവാസിയായിട്ട് ഇരിക്കുകയാണ്. ആർക്കും വേണ്ടാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ, ഗതികെട്ടാതെ ആത്മാക്കളായിട്ട് അലയുമ്പോ അവരെ ആശ്വസിപ്പിക്കാനായിട്ടാണ് അത്ര ശ്മശാനത്തിൽ ഭഗവാൻ കാത്തിരിക്കുന്നത്, മഹാദേവൻ. അപ്പൊ ഭഗവാനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നും ഉണ്ടാവില്ല. ആ മഹാദേവനും ആ ഗുരുവായൂരപ്പനും ആ ദേവിയും ഒന്നും വ്യത്യാസമില്ല. ആ ഒരേ ഒരു ചൈതന്യം, എന്റെയും നിങ്ങളുടെ ഒക്കെ ഉള്ളിലുള്ള ആ ചൈതന്യം മാത്രമേ അവശേഷിക്കുള്ളൂ നമുക്കായിട്ട്. നാരായണ.